ഹായ് അസ്സലാമലൈക്കും. അപ്പം നമ്മൾ വന്നിട്ടുള്ളതൊരു അടിപൊളി വെറൈറ്റി മുട്ട റോസ്റ്റാണ്. അതിനായിട്ടൊരു പാൻ എടുക്കുക, അതിലേക്ക് നന്നായി ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുന്നവരെ കത്തിക്കുക. ഇനി അതിലേക്ക് കുറച്ച് പട്ട ഇട്ട് കൊടുക്കുക. ആ പട്ടയും ഓയിൽ ചൂടായതിനു ശേഷം സവാള എന്നിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ വഴറ്റി വന്നതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതൊന്ന് അടച്ചു വെക്കുക. ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് ഇതാക്കി കൊടുക്കുക. അതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉള്ളി തക്കാളി കാലം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, കുരുമുളക് പൊടി എന്നിവ ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ തന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്രേവി മാരി എടുക്കാനാണ് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ഗ്രേവി മാരി വന്നാൽ അതിലേക്ക് നമ്മൾ 3 എഗ്ഗ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര എഗ്ഗ് ഇട്ട് കൊടുക്കുക. ഞാൻ എൻ്റെ അളവിനാണ് എടുക്കുന്നത്. ഇനി ഈ മുട്ട ഒന്ന് വെന്ത് വരുന്നവരെ കാത്തിക്കാം. ഇത് വെന്ത് വരുമ്പോൾ ഒന്ന് വേർപിരിച്ചെടുക്കണത്. ഇനി ഇതൊന്ന് മറിച്ചിടാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി കുറച്ച് കരിവേപ്പിലേൻ്റെ ഇലയും കൂടി ഇട്ടാൽ നമ്മളെ മുട്ട റോസ്റ്റ് റെഡി. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.